Hi everyone. Uh, next topic we are going to discuss is iron carbon alloys. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഫേസ് ഡയഗ്രാംസ് കോപ്പർ നിക്കൽ ദാറ്റ് വാസ് ഐസോമോർഫസ് ആൻഡ് കോപ്പർ സിൽവർ ആൻഡ് ലെഡ് ടിൻ ബോത്ത് ആ എന്തായിരുന്നു യൂടെക്റ്റിക് ഫേസ് ഡയഗ്രാംസ് ആൻഡ് നെക്സ്റ്റ് ഫേസ് ഡയഗ്രാം ഈസ് iron carbon phase diagram. That is, one element is iron, second one is carbon. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ യൂഷ്വലി വരയ്ക്കുന്നത് എക്സ് ആക്സിസിൽ ഒരു കോമ്പോസിഷൻ, ദാറ്റ് ഈസ് ലെഡ് എടുത്തു, ടിൻ എടുത്തു. ലെഡ് ഒരു ആക്സിസിൽ 0, ഒരു എൻഡിൽ 0 ആണെങ്കിൽ മറ്റേ എൻഡിൽ 100 വരെ പോകും. പക്ഷേ ഇവിടെ അയണും കാർബണും എടുക്കുമ്പോൾ കാർബൺ 6.67% വരെ വരയ്ക്കും. ദാറ്റ് ഈസ് അയൺ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, കാർബൺ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, കാർബൺ എവിടം വരെ പോകും 6.67. അപ്പോൾ സിമിലർലി അയൺ കാർബൺ 0 ഉള്ള സ്ഥലത്ത് 100 ആയിരിക്കും, 6.67 ഉള്ള സ്ഥലത്ത് ആ ഒരു വാല്യൂവേ വരത്തുള്ളൂ, ഇല്ലേ, 93 പോയിൻറ്റ് സംതിങ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ വിത്ത് 6.67% കാർബൺ ആവുമ്പോൾ തന്നെ മെറ്റീരിയൽ ഭയങ്കര ബ്രിട്ടിലായിപ്പോവും. അതിനുശേഷം നമ്മൾ എന്ത് കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാലും 7% കാർബൺ, 8 കാർബൺ കണ്ടന്റ് ഇങ്ങനെ കൂടിക്കൂടി വരുമ്പം മെറ്റീരിയൽ ബ്രിട്ടിലായിപ്പോവും, ഒരു ആപ്ലിക്കേഷനുമില്ല. നമ്മളിപ്പോൾ സ്റ്റീലൊക്കെ യൂസ് ചെയ്യുന്നില്ല, സ്റ്റീലിലൊക്കെ 2% കാർബൺ അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ കാർബൺ കണ്ടൻറ്റ് കൂടുമ്പം അത് ഭയങ്കര ബ്രിട്ടിലായിപ്പോവും. ബ്രിട്ടിലായി പോകാൻ കാരണം അയണും കാർബണും തമ്മിൽ ഭയങ്കര അഫിനിറ്റി ഉള്ളത് കാരണം Fe3C എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടാവും. അപ്പോൾ Fe3C എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഒരു ഭയങ്കര ഇൻ്റർമെറ്റാലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഫേസ് ഡയഗ്രത്തിൽ പറയാം. അതിൻ്റെ നേച്ചർ ബ്രിട്ടിലാണ്. ഇപ്പോൾ ഗ്ലാസ് ഒക്കെ ഇട്ട് നമ്മൾ താഴെ എടുത്തിട്ട് പൊട്ടിപ്പോകത്തില്ലേ, അതുപോലെ. അപ്പോൾ അങ്ങനെ ഒരു അലോയ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അയൺ വിത്ത് 6.67% കാർബണാണ് അയൺ കാർബൺ ഫേസ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, ഇനിയും അയൺ കാർബൺ ഫേസ് ഡയഗ്രത്തിലേക്ക് പോവാം. ഇതാണ് അയൺ കാർബൺ ഫേസ് ഡയഗ്രാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അയൺ കാർബൺ ഫേസ് ഡയഗ്രാം കൺസിസ്റ്റ് ഓഫ് ലോട്ട് ഓഫ് ലിക്വിഡസ് ആൻഡ് സോളിഡസ് ലൈൻ ആൻഡ് ലോട്ട് ഓഫ് ഫേസസ്. സോ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ച് വെച്ചേ പറ്റൂ, കാരണം എക്സാമിന് ഇത് കോമൺലി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് അയൺ കാർബൺ. കാരണം അത് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന അലോയ്സ് സ്റ്റീലാണ്, അല്ലേ. ഇപ്പോൾ സ്റ്റീലിന് അത്രയും പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ യു നീഡ് ടു give more importance to this particular diagram. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അയൺ 1 എൻഡിൽ കൊടുത്തിട്ടുണ്ട്. കോമ്പോസിഷൻ ഇൻ വെയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഈസ് ഇൻക്രീസിങ് ഇൻ എക്സ് ആക്സിസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. റൈറ്റിൽ എത്ര 6.70 വരെ വരച്ചിട്ടുള്ളൂ. അതിൻ്റെ റീസണാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ 6.70% കാർബൺ വരെ വരച്ചാൽ മതി. ഓക്കെ, ഫുൾ ഫേസ് ഡയഗ്രാം വരയ്ക്കേണ്ട, ഒരു പാർട്ട് മാത്രമേ നമ്മൾ വരയ്ക്കുന്നുള്ളൂ, അങ്ങോട്ടേക്ക് വരച്ചിട്ട് കാര്യമില്ല. ഇനി നോക്കിക്കേ, ഇനി പോയിൻറ്റ്സ്, ഓരോ പോയിൻറ്റ്സ് നിങ്ങൾ നോക്കണം. ദാറ്റ് ഈസ് 0.76% കാർബൺ ആൻഡ് 727 ഡിഗ്രി സെൽഷ്യസ്. അവിടെ ആ പർട്ടിക്കുലർ പോയിൻറ്റിൽ എന്ത് റിയാക്ഷനാണ് നടക്കുന്നതെന്ന് നോക്കിക്കുക. അവിടെ യൂടെക്ടോയിഡ് പോയിൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, യൂടെക്റ്റിക് പോയിൻ്റ് എന്തായിരുന്നു? ലിക്വിഡ്. യൂടെക്റ്റിക് പോയിൻറ്റിന് മുകളിൽ ലിക്വിഡാണ്, ഇമ്മീഡിയറ്റ്ലി അതിന് താഴെ എന്തായിരിക്കും? 2 സോളിഡ്സ്. ഇവിടെ നോക്കിക്കേ, യൂടെക്ടോയിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.76% കാർബണിൽ അതിന് മുകളിൽ എത്ര? ഗാമ എന്ന് പറഞ്ഞൊരു ഓസ്നേറ്റ്. ഗാമ എന്ന് പറഞ്ഞാൽ ഒരു ഫേസാണ്, ആൽഫ പ്ലസ് ബീറ്റ പോലെ ഒരു സോളിഡ് ഫേസാണ്. അവിടെ ഒരു സോളിഡാണ്. ഇമ്മീഡിയറ്റ്ലി ഇത് താഴേക്ക് 0.76 താഴേക്ക് വരുമ്പോൾ എന്താണ്? ആൽഫ പ്ലസ് Fe3C, 2 സോളിഡാണ്. Fe3C എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർമെറ്റാലിക് കോമ്പൗണ്ടും ആൽഫ എന്ന് പറഞ്ഞാൽ സോളിഡും, രണ്ടും എന്താണ്? സോളിഡ്സ് തന്നെ. അപ്പോൾ 1 സോളിഡ് ഓൺ കൂളിംഗ് ഗിവ്സ് 2 സോളിഡ്സ്. ഇതാണ് യൂടെക്ടോയിഡ് പോയിൻ്റ്, യൂടെക്ടോയിഡ് റിയാക്ഷൻ. നേരത്തെ യൂടെക്റ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഗിവിങ് 2 സോളിഡ്സ്. ഇവിടെ 1 സോളിഡ് ഗിവ്സ് 2 സോളിഡ്സ് ഓൺ കൂളിംഗ്. അപ്പോൾ യൂടെക്ടോയിഡ് പോയിൻ്റ്. ഇനി ഇവിടുത്തെ യൂടെക്റ്റിക് പോയിൻ്റ് ഏതാണ്? 4.30% കാർബണാണ്. അവിടെ കണ്ടോ, ലിക്വിഡ് ഓൺ കൂളിംഗ് ഗിവിങ് 2 സോളിഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വേറെ സോളിഡ്സ് കിട്ടുന്നതേ ഉള്ളൂ, റിയാക്ഷൻ ചെയ്യുമ്പോൾ ലിക്വിഡ് ഗിവിങ് 2 സോളിഡ്സ്. ഇനിയും ഒരു പോയിൻറ്റും കൂടെ ഉണ്ട്.
അതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാണിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, ലിക്വിഡ് പെറിടെക്റ്റിക് പോയിൻ്റ്, യൂടെക്റ്റിക്കും യൂടെക്ടോയിഡും പോലെ പെറിടെക്റ്റിക് ആൻഡ് പെറിടെക്ടോയിഡ് പോയിൻറ്റ്സ് ഉണ്ട്, റിയാക്ഷൻസ്. അപ്പോൾ പെറിടെക്റ്റിക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് നോക്കട്ടെ. ഡെൽറ്റ. അപ്പോൾ അത് ഞാൻ പറയാം. അത് ആക്ച്വൽ ക്ലാസ്സിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. കാരണം അത് 1493 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ് കാണിച്ച ആ പർട്ടിക്കുലർ പോയിൻറ്റിലാണ് ഇത് പെറിടെക്റ്റിക് പോയിൻ്റ് വരുന്നത്. കാരണം അവിടെ മുകളിൽ തൊട്ട് മുകളിൽ ലിക്വിഡ് പ്ലസ് ഡെൽറ്റയാണ് വരുന്നത്. അപ്പം ലിക്വിഡ് പ്ലസ് ഡെൽറ്റ ഗിവിങ് ഗാമ, അങ്ങനെ ഒരു റിയാക്ഷനാണ് വരുന്നത്. അപ്പം ലിക്വിഡും വൺ സോളിഡ്, ലിക്വിഡ് പ്ലസ് സോളിഡ് ഗിവ്സ് എ സോളിഡ് ആണ് പെറിടെക്റ്റിക്. യൂടെക്റ്റിക് എന്തായിരുന്നു? ലിക്വിഡ് ഗിവിങ് 2 സോളിഡ്സ്. പെറിടെക്റ്റിക് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്ലസ് സോളിഡ് ഗിവ്സ് എ സോളിഡ്. അത് 3493 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ പോയിൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? അവിടെ കോമ്പോസിഷൻ കാണിച്ചിട്ടില്ല. മിക്ക ഡയഗ്രത്തിലും അവിടുത്തെ കോമ്പോസിഷൻ കാണിക്കത്തില്ല. അത് കോമ്പോസിഷൻ ഇറ്റ് ഈസ് ക്ലോസ് ടു എനിക്ക് തോന്നുന്നത് 0.5% ആണ്. 0.5% കാർബണാണ് ആരോ കാണിച്ചിരിക്കുന്നത് 1493. അപ്പോൾ 0.5% കാർബൺ ആൻഡ് 1493 ഡിഗ്രി സെൽഷ്യസിൽ പെറിടെക്റ്റിക് റിയാക്ഷനാണ്. കാരണം അതിന് തൊട്ട് മുകളിലത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്ലസ് ഡെൽറ്റയാണ്. 1493ക്കും 0.5% കാർബണിനും തൊട്ട് മുകളിലുള്ള റീജിയൻ ലിക്വിഡ് പ്ലസ് ഡെൽറ്റ. ഓക്കെ, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അനദർ സോളിഡ് ഫേസ് ആണ്. ലിക്വിഡ് പ്ലസ് ഡെൽറ്റ ഗിവ്സ് സോളിഡ് ഗാമ. ഇതാണ് പെറിടെക്റ്റിക് റിയാക്ഷൻ. അപ്പോൾ ഇത്ര 3 റിയാക്ഷൻസാണ്, 3 ഇൻവേരിയൻറ്റ് റിയാക്ഷൻസാണ് അയൺ കാർബൺ ഫേസ് ഡയഗ്രത്തിലുള്ളത്. ഇനി എന്തൊക്കെ ഫേസുകളുണ്ട്? ഫേസാണ് ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. ഡെൽറ്റ ഏറ്റവും മുകളിൽ നോക്കിക്കേ, അയൺ എന്ന് പറഞ്ഞ് പ്യുവർ അയണിൻ്റെ ഏതാണ്ട് ആ വൈ ആക്സിസിനോട് ചേർന്ന് തന്നെ ഏറ്റവും 1538 ഡിഗ്രി സെൽഷ്യസിനും 1394 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്ക് ഒരു ഫേസ് റീജിയൻ കാണിച്ചിട്ടില്ലേ, ഡെൽറ്റ. അതാണ് ഫെറൈറ്റ്. ഡെൽറ്റ ഫെറൈറ്റ് എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അതുപോലെ ഗാമ ഓസ്നേറ്റ് കണ്ടില്ലേ, അത് ഏത് റീജിയനിലാണ് ഫോം ചെയ്യുന്നത്? ഓസ്നേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഫേസാണ്. കാരണം അതൊരു FCC സ്ട്രക്ചറാണ്. ഒരു സ്റ്റീലിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പം സ്റ്റീലിനെ ഈസിയായിട്ട് നമുക്ക് ഹോട്ട് ഫോർജിങ് ഓപ്പറേഷൻസൊക്കെ റെഡ് ഹോട്ട് സ്റ്റേജിൽ ആക്കിയിട്ട് നമ്മൾ സ്റ്റീൽ അടിച്ചടിച്ച് ഷേപ്പ് ആക്കത്തില്ലേ, അവിടെയൊക്കെ ഓസ്നേറ്റ് എന്ന് പറഞ്ഞ ഫേസ് ആയതുകൊണ്ടാണ് അത് ഈസിയായിട്ട് ഡീഫോം ആവുന്നത്. പിന്നെ റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ ഏറ്റവും താഴെ വരുമ്പോൾ ദാറ്റ് ഈസ് 727 ഡിഗ്രി സെൽഷ്യസിന് താഴെ വരുമ്പം ഇറ്റ് ഈസ് ഫെറൈറ്റ്, ഫെറൈറ്റ്. ആൽഫ എന്ന് പറഞ്ഞ വേറൊരു കോമ്പോസിഷൻ. ഇനിയും പിന്നെ Fe3C എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഈ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൽഫയും ഗാമയും ഒക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, അത് ടെമ്പറേച്ചർ പോയിൻറ്റ്സ് മാറുന്നതനുസരിച്ച് അതിൻ്റെ കോമ്പോസിഷൻ മാറ്റമുണ്ട്. ഗാമ ഓസ്നേറ്റ് ആണെങ്കിൽ കൂടി അതിനൊരു ഫീൽഡുണ്ട്, അത്രയും ഏരിയ കവർ ചെയ്യുന്നുണ്ടല്ലേ. പക്ഷേ Fe3C എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിനൊറ്റ കോമ്പോസിഷനേ ഉള്ളൂ. Fe3C എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പോസിഷനായിട്ട് അതിനൊരു റീജിയനൊന്നുമില്ല. Fe3C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അതാണ്. അതിനൊരു ഫേസ് പോലൊരു ഫീൽഡൊന്നുമില്ല, അത്ര ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയല്ല. ഒറ്റ ഒരു കോമ്പൗണ്ടാണ്. അത് എത്ര ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനിൽ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഏത് ടെമ്പറേച്ചറിലാണെങ്കിലും അതിൻ്റെ കോമ്പോസിഷൻ സെയിമാണ്. Fe3C തന്നെയാണ്, മാറ്റമില്ല. പിന്നെ ഉള്ള പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഗാമ പ്ലസ് Fe3Cയും ആൽഫ പ്ലസ് Fe3Cയും. അപ്പോൾ ആൽഫ പ്ലസ് Fe3Cനെ പറയുന്നത് പിയർലൈറ്റ്, ഗാമ പ്ലസ് Fe3Cനെ പറയുന്നത് ലെഡൂബ്രൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൽഫ പ്ലസ് Fe3C പിയർലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അത് യൂടെക്ടോയിഡ് പോയിൻ്റാണ്. യൂടെക്ടോയിഡ് പോയിൻറ്റിൽ യൂടെക്ടോയിഡ് റിയാക്ഷൻ നടക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഫോം ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ പേര് പിയർലൈറ്റ് ആണ്. അപ്പോൾ യൂടെക്ടോയിഡ് റിയാക്ഷൻ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഡ്രോ ദ അയൺ കാർബൺ ഫേസ് ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ ദ ഇൻവേരിയൻറ്റ് റിയാക്ഷൻസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഡ്രോ ദ അയൺ കാർബൺ ഫേസ് ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ യൂടെക്ടോയിഡ് റിയാക്ഷൻ. യൂടെക്ടോയിഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗാമ ഗിവ്സ് ആൽഫ പ്ലസ് Fe3C. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്തെ മെയിൻ പാർട്സ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, 1394 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അപ്പം നിങ്ങൾ താഴെ നോക്കിക്കേ,
ടെമ്പറേച്ചർ പോയിൻറ്റ്സ് ഏതൊക്കെയുണ്ട്? ടെമ്പറേച്ചർ എടുക്കാം. അയണിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് മാത്രം നോക്കിയാൽ മതി. കാരണം കാർബൺ 100% എടുക്കാത്തതുകൊണ്ട് കാർബണിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് അറിയേണ്ട ആവശ്യമില്ല. അയൺ പ്യുവർ അയൺ മെൽറ്റ് ചെയ്യുന്നത് 1538 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ 0-ൽ നിന്ന് 1538 ഡിഗ്രി സെൽഷ്യസ് വരുമ്പം ഏതൊക്കെ പോയിൻറ്റ്സ് കട്ട് ചെയ്യുന്നുണ്ട് ആക്സിസ്? 0, 912 ഡിഗ്രി സെൽഷ്യസ്, 1147 ഡിഗ്രി സെൽഷ്യസ്, അതറിഞ്ഞിരിക്കണം കേട്ടോ. 1394 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1493 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1538. 6 പോയിൻറ്റ്സ് ഉണ്ട്. ഈ പോയിൻറ്റ്സ് നിങ്ങളൊരു പേപ്പറിൽ എഴുതിയിടുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? 0-ൽ കോമ്പോസിഷൻ വെയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ 0 ആണ്. ആ പോയിൻറ്റിൽ കുഴപ്പമില്ല. ഇനിയും 727 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ എത്ര കോമ്പോസിഷൻസ് ഉണ്ട്? 0.022% കാർബണും 0.76% കാർബണും ഉണ്ട്. അപ്പോൾ 727 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ലെഫ്റ്റിലും ആ ആക്സിസിൽ 0.022 എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ 727 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ പോയിൻ്റ് നേർക്ക് നിങ്ങൾ എന്ത് എഴുതണം? 0.022% കാർബണും 0.76% കാർബണും 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തു. ഇനി അടുത്ത പോയിൻ്റ് ഏതാ? 912. 912-ൽ 0% കാർബണിലാണ് പോയിൻ്റ് ഉള്ളത് അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? 912-ൽ നിന്ന് 0.022ഉം 0-ൽ നിന്ന് ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്യണം. അതുപോലെ 912-ൽ നിന്ന് 0.76 വരയ്ക്കുക. ഇനിയും 1147 എടുക്കുമ്പം എത്ര പോയിൻറ്റ്സ് ഉണ്ട്? 2.14% കാർബണും 4.30% കാർബണും 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തു. ഇനി 2.14ഉം 0.76ഉം തമ്മിൽ ജോയിൻ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ 1147-ലെ പോയിൻറ്റ്സ് കഴിഞ്ഞു. ഇനി 1394-ൽ എഗെയിൻ 0% കാർബണാണ്. ഇനി അടുത്ത ഏത് പോയിൻ്റാണ്? 1493. 1493-ൽ എത്ര പോയിൻറ്റ്സ് ഉണ്ട്? 0.5%. കാരണം 0.76% ആണ് യൂടെക്ടോയിൽ. അതിനേക്കാളും കുറഞ്ഞാണ് ആ പോയിൻ്റ് നിൽക്കുന്നത്. സോ 1493-ൽ 0.5% കാർബണും പിന്നുള്ളത് 0.022 അല്ല, എനിക്ക് തോന്നുന്നത് 0.15%. അത് ഞാനൊന്ന് ഉറപ്പിക്കാം. എന്നാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് 0.15% കാർബണും ഇടുക. അപ്പോൾ 0.15% കാർബണും 0.5% കാർബൺ 2 പോയിൻറ്റ്സ് വരയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് ബാക്കിയുള്ള പോയിൻറ്റ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതാണ് യൂടെക്റ്റിക് ഫേസ് ഡയഗ്രാം. അയൺ കാർബൺ ഫേസ് ഡയഗ്രാം. അപ്പോൾ ഇതിൻ്റെ ഒരു റഫ് ഐഡിയ ആണ് പറഞ്ഞത്. നിങ്ങൾ വരച്ച് ശീലിച്ചാലേ മനസ്സിലാവും. ബാക്കി വി വിൽ ഡിസ്കസ് ഇൻ ദ ആക്ച്വൽ ക്ലാസ്. ഓക്കെ, താങ്ക് യു.